ചിരിക്കണ്ട, ഞാൻ സത്യ പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർ അവളോട് ചോദിച്ചു നോക്ക്. മാച്ച് ജയിച്ചതിനേക്കാളും അവൾക്ക് സന്തോഷം എന്റെ ആ ബോധം കെട്ടുള്ള കിടപ്പ് കണ്ടിട്ടായിരുന്നു. പിന്നീട് എല്ലാരും കൂടി അതിന്റെ പേരിൽ എന്നെ എത്ര ദിവസം കളിയാക്കിയിട്ടുണ്ടെന്ന് അറിയോ? ഏതായാലും ഇനി ഇങ്ങനെ ബോധം കെടാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. കൂടെ ഒരു ഡോക്ടർ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ വേണമെങ്കിൽ കൂട്ടുകാരിയെ കാണാമെന്നുള്ളൂ. ഞാൻ വരുന്നുണ്ട്. ഏതായാലും ഇന്ന് വേണ്ട. ഈ ഡ്രസ്സൊക്കെ ആര് സെലക്ട് ചെയ്തു എന്ന് അപ്പൊ ചോദിച്ചാ ഡോക്ടർ എന്ത് പറയും? താൻ സെലക്ട് ചെയ്തു പറയും. എന്താ അങ്ങനെ പറയുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്നാലും അപ്പോ ഡേയ്സി ആന്റി ഒക്കെ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? അല്ല, ഏത് നേരവും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കറങ്ങി നടക്കാന്ന് അവർക്ക് തോന്നില്ലേ? അങ്ങനെ തോന്നുവോ? തോന്നുന്നെങ്കിൽ തോന്നട്ടെ, സത്യം അതല്ലാന്ന് നമുക്കറിയാലോ. എന്താ ഇനി ഇതിന്റെ പേരിൽ തലകറങ്ങി വീഴാൻ വല്ല പരിപാടിയുണ്ടോ? ഉണ്ടെങ്കിൽ നേരത്തെ പറയണം കേട്ടോ. ഒരു കാര്യം തന്നോട് പറയണമെന്ന് വിചാരിക്കായിരുന്നു. ഡെയ്സി ടീച്ചറോട് ഞാൻ നമ്മുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞോ? ഏത് സമയത്തും ടീച്ചറിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ തനിക്ക് പ്രതീക്ഷിക്കാം. എന്തിനാ അതൊക്കെ ഇപ്പൊ ടീച്ചറോട് പറയാൻ പോയത്? ഉടനെ പറയണമെന്ന് ഞാനും വിചാരിച്ചതല്ല. പക്ഷേ ചില സ്നേഹപ്പാരകളെ ഒഴിവാക്കാൻ വേണ്ടി മമ്മിയോട് എനിക്കതൊക്കെ പറയേണ്ടി വന്നു. സ്നേഹപ്പാരയോ? അതേന്നേ. നാട്ടിലുള്ള ചില ബന്ധുക്കള് ഇപ്പൊ സ്നേഹാന്വേഷണമായിട്ട് അടുത്ത് കൂടിയിട്ടുണ്ട്. അതിൽ ചില കാരണവന്മാരൊക്കെ എനിക്ക് വേണ്ടി പെണ്ണന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പണ്ട് എന്നെയും മമ്മിയെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ടീംസ് ഇപ്പൊ പയ്യൻ ഡോക്ടർ ആയതുകൊണ്ട് അവരുടെ തന്നെ സ്വന്തത്തിൽപ്പെട്ട ചില കുടുംബങ്ങളിലേക്ക് ചുളിവിൽ വില പറഞ്ഞുറപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. ഞാനത് പറഞ്ഞില്ലെങ്കിൽ മമ്മി ചിലപ്പോ ആ വലയിൽ ചെന്ന് ചാടിപ്പോവും. എന്താ ആ വഴിയൊന്നും നോക്കായിരുന്നില്ലേ? ഡോക്ടർ ആയതുകൊണ്ട് നല്ല സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കാറുന്നല്ലോ. നോക്കായിരുന്നു. ഇയാള് പറഞ്ഞതുപോലെ നല്ല സ്ത്രീധനം കിട്ടിയേക്കും. പക്ഷേ നല്ല സ്ത്രീയെ കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? അതിലും ഭേദം നമ്മൾ കണ്ടുവച്ച നല്ല സ്ത്രീയെ മതിയെന്ന് വെച്ചു. എന്തുപറ്റി? ഒന്നുമില്ല. അല്ല, എന്റെ കാര്യം കേട്ടപ്പോ ആന്റി എന്ത് പറഞ്ഞു? ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും മമ്മിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചില സൂചനകൾ, അത്രമാത്രം. എന്നാ ഞാൻ പോട്ടെ. ഞാൻ തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. അല്ല, അപ്പൊ എന്നാ താൻ അപ്പുവിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നത്? ഞാൻ വരുന്നേ ഇല്ല. ഇതുകൂടി കേട്ടപ്പോ തൃപ്തിയായി. താൻ ടെൻഷൻ ആവൊന്നും വേണ്ട. തന്നോട് ടീച്ചർ അങ്ങനെയൊന്നും ചോദിക്കില്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ എന്തു പറയും? അങ്ങനെയൊന്നുമില്ല. എല്ലാം ആന്റിയുടെ മോന്റെ ഭാവനാ സൃഷ്ടിയാന്ന് പറയും. ബെസ്റ്റ് പാർട്ടി. എന്നാ വിട്ടോ, ഞാൻ വിളിക്കാം. ബൈ ബൈ. അപ്പോ അച്ഛൻ എന്ത് പറയുമെന്ന് വിചാരിച്ചാണ് നീ വരാത്തതെങ്കിൽ ആ പേടി വേണ്ട. നിന്റെ കാര്യങ്ങളിൽ അച്ഛൻ ഇടപെടില്ല എന്നുള്ള ഉറപ്പ് ഞാൻ തരാം. അതുകൊണ്ട് മാത്രമല്ല, വന്നാലും എനിക്കിനി ആ വീട്ടിലെ സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല എന്നൊരു തോന്നല്. എപ്പോഴെങ്കിലും ആ തോന്നൽ ഇല്ലാതാവുമ്പോ വരുന്ന കാര്യം ഞാൻ ആലോചിക്കാം. അവളെ നിർബന്ധിക്കേണ്ട ഗീത. അവൾക്ക് തിരിച്ചു വരാൻ തോന്നുന്നിടം വരെ അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ. അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറഞ്ഞല്ലോ. ശരി, ഞാനിന്ന് ഇറങ്ങുക. ആ, ജോബിൻ വന്നല്ലോ. ആ, ഗീത എന്റെ പോന്നു. കുറച്ചു നേരമായി ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ജോബിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. എന്തായാലും ആ സങ്കടം അങ്ങ് മാറിക്കിട്ടിയല്ലോ.
ഡോക്ടർ സാറ് കാര്യമായിട്ടൊരു ഷോപ്പിംഗ് കഴിഞ്ഞ മട്ടുണ്ടല്ലോ ആന്റി. അതെ, ഇത് ഞങ്ങളുടെ VIP ഗസ്റ്റിന് വേണ്ടി വാങ്ങിയതാ. അതാരാണാവോ? ഞാൻ അറിയാത്തൊരു VIP ഗസ്റ്റ്. അതും ഇവിടെ. നിനക്ക് വേണ്ടി അവൻ വാങ്ങിയതാ അപ്പു. എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ആന്റി. ഈ ഡോക്ടർ ഇത് എന്ത് ഭാവിച്ച? ഇതിന്റെ ആവശ്യമില്ലായിരുന്നു ജോബിൻ. ഇതൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷം. ഇവള് ഞങ്ങളുടെയും കൂടെ കുട്ടിയല്ലേ ഗീത. അതെ, സെലക്ഷൻ ഒന്നും തെറ്റാൻ വഴിയില്ല. ഇനി അഥവാ കളറോ സൈസോ മാറ്റണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നോക്കട്ടെ ഡോക്ടറിന്റെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് പറയാം. സെലക്ഷന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്കല്ല കേട്ടോ. പിന്നെ അതൊക്കെയുണ്ട്. ആദ്യം എങ്ങനെയുണ്ടെന്ന് നോക്ക്. ജോബിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ അപ്പൂനെ ഇവിടേക്ക് കൊണ്ടുവരാൻ മനസ്സ് തോന്നിയതിന്. അതിലിത്ര നന്ദി പറയാൻ എന്തിരിക്കുന്നു ആന്റി? അതിന്റെ കടമയാ. ഇനി ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അപ്പൂനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുകയാണെങ്കിൽ ഡെയ്സി ടീച്ചർ എന്നെ വീട്ടിൽ കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ ആന്റിക്ക്? ഞങ്ങൾ ഇനി കുറച്ചു നാൾ ഇവിടെ അടിച്ചു പൊളിക്കാൻ പോവാ, അല്ലേ അപ്പു? ആന്റി സമാധാനത്തോടെ പൊയ്ക്കോളൂ. അപ്പൂന് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. എന്നാ ഇറങ്ങട്ടെ. ജോ, ഗീതയൊന്നും ഡ്രോപ്പ് ചെയ്തിട്ട് വാ. വേണ്ട ഡേസി, ഞാൻ പൊയ്ക്കോളാം. ജോബിനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. എവിടെയായിരുന്നു ഇതുവരെ? പുറത്തു പോകേണ്ട 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. മോളെ കാണാൻ പോയതായിരിക്കുമല്ലേ? അതിന് മോളെവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. എന്താ VPക്ക് വല്ല സൂചനയും കിട്ടിയോ? ഇനി VP പറഞ്ഞതുപോലെ അവളെ കാണാനാണ് ഞാൻ പോയെങ്കിൽ തന്നെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. എന്നെ ബോധിപ്പിക്കണമെന്നില്ല, പക്ഷേ അത് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ചിലരുണ്ട്. അപ്പൂന്റെ മിസ്സിങ്ങിനെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് എത്തിയിരുന്നു ഇവിടെ. മൊബൈലും ഡ്രസ്സും ഒക്കെ അമ്മയായിട്ട് എന്നെ പാക്ക് ചെയ്ത് കൊടുത്തു അറിഞ്ഞപ്പോ അവർക്ക് കാര്യം മനസ്സിലായി. അമ്മ അറിഞ്ഞുകൊണ്ട് കുട്ടിയെ മറ്റെവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടാവുന്ന അവരുടെ നിഗമനം. അതിൽ സത്യമുള്ളതുപോലെ എനിക്കും തോന്നി. അപ്പു എവിടെ ഉണ്ടെന്ന് എന്നോട് പറയണമെന്നില്ല, പക്ഷെ അത് തനിക്കറിയാമെന്ന് പോലീസിൽ ഇൻഫോം ചെയ്താ അവരെ ഇതിലേക്ക് വെറുതെ വലിച്ചഴിക്കണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാമെങ്കിൽ അവരോട് ഞാൻ സമ്മതിച്ചാ പോരെ. അവളെവിടെയാണെന്ന് എനിക്കറിയില്ല. ഇതാ താനീ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ അന്വേഷണ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അപ്പുവിനെ കുറിച്ച് ഒരു വിവരവും തനിക്ക് അറിയില്ലായിരുന്നെങ്കിൽ താൻ എങ്ങനെയാവും പെരുമാറുകയെന്ന് എനിക്കറിയാം. അവൾ അന്വേഷിച്ചിറങ്ങാനും വേണ്ടി വന്ന പോലീസിൽ ഇൻഫോം ചെയ്യാനും ഒക്കെ താനായിട്ട് തന്നെ മുന്നിട്ടിറങ്ങിയാനെ. അതിനൊന്നും പുറപ്പെടാതെ ഗീതാലക്ഷ്മി ഇത്ര കൂളായിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ അപ്പു എവിടെ ഉണ്ടെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം.
അറിയാമെന്ന് മാത്രമല്ല, താനും അപ്പും തമ്മിൽ കോണ്ടാക്റ്റും ഉണ്ട്. ദാ ഇപ്പൊ പോലും ഈ വരവ് അപ്പുവിനെ കണ്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞ അത് തനിക്ക് നിഷേധിക്കാൻ പറ്റുമോ? ശരി, നിഷേധിക്കുന്നില്ല. എനിക്കറിയാൻ തന്നെ കൂട്ടിക്കോ. പക്ഷെ അവൾ എവിടെയുണ്ടെന്നോ ആരുടെ സംരക്ഷണയിലാണെന്നോ ആരോടും പങ്കുവയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ പോലീസ് എൻക്വയറിയുടെ കാര്യം ഞാനായിട്ടല്ലല്ലോ അവരെ ഇതിലേക്ക് വലിച്ചഴിച്ചത്. അവർ വരട്ടെ, കാര്യങ്ങൾ ഞാൻ അവരോട് ബോധിപ്പിച്ചോളാം. പോരെ? ഒരു മിനിറ്റ്. യുദ്ധം പ്രഖ്യാപിച്ച നിലയ്ക്ക് അമ്മയുടെയും മോളുടെയും ഭാവി പരിപാടി എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്ത് ഭാവി പരിപാടി? അങ്ങനെ ലൈഫ് മുൻകൂട്ടി ഡിസൈൻ ചെയ്ത് ജീവിച്ചു തീർക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല VP. ജീവിതം അത് വരുന്നത് പോലെ തന്നെ സ്വീകരിക്കുക, അത്രേ ഇപ്പോൾ ഉദ്ദേശമുള്ളൂ. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ആത്മധൈര്യമുണ്ട്. ലൈഫിൽ എന്ത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കാനും പൊരുതി കയറാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അല്ലാതെ അതിൻ്റെ പേരിൽ മോളെയും കൂട്ടി ഒരു ആത്മഹത്യയ്ക്ക് ഒരുങ്ങില്ല ഞാൻ. ഇനഫ്. മതിയാക്ക നിന്റെ പരിഹാസം. ആത്മവിശ്വാസം വല്ലാതെ കൂടിപ്പോയാലും കുഴപ്പമാ. ഇപ്പൊ സംരക്ഷണം കൊടുക്കാൻ തയ്യാറായവരൊക്കെ എത്ര നാൾ തന്റെയും തന്റെ മോളുടെയും കൂടെ ഉണ്ടാവുമെന്ന് കണ്ടറിയാം നമുക്ക്. അന്നും കാണണം തന്റെ മുഖത്ത് ഈ വിജയിച്ചു എന്നുള്ള ചിരി. ഒരിക്കൽ, എന്നെങ്കിലും ഒരിക്കൽ എന്റെ നിലപാടുകളായിരുന്നു ശരിയെന്ന് എനിക്ക് ബോധ്യമാവും ഗീത. അതുവരെ നീ തന്നെ ജയിച്ചോളൂ. ഈശ്വര, എന്നാലും അപ്പു ഇത് എവിടെ പോയതാവും? അവൾ ഇതെന്ത് ഭാവിച്ച് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? പാവം, ആ ഗീതേച്ചിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം. അല്ല, ശിവേട്ട് എന്താ പറഞ്ഞത്? അപ്പുവിനെ കുറിച്ച് പോലീസിന് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് പറഞ്ഞോ? ഡീറ്റെയിൽസ് ഒന്നും ശിവേട്ടന് അറിയില്ല. ഗീത തന്നെ അപ്പുവിനെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടാവുന്ന മട്ടില്ല ശിവേട്ടൻ സംസാരിച്ചത്. VPക്കും ഗീതയ്ക്കും ഒന്നും അന്വേഷണത്തിൽ വലിയ താല്പര്യമില്ലാത്ത മട്ടാണത്രേ. പേരിനൊരു പെറ്റീഷൻ കൊടുത്തു എന്നല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന്. ചിലപ്പോൾ അത് ശരിയായിരിക്കും. ഇല്ലെങ്കിൽ VP ആയിട്ട് തന്നെ ശിവേട്ടനെ വിളിച്ച് ഈ കാര്യം പറയേണ്ടതല്ലായിരുന്നോ? ഇതിപ്പോ ശിവേട്ടൻ അല്ലാതുള്ള സോഴ്സിൽ നിന്നല്ലേ അറിഞ്ഞത്. തന്തേം തള്ളെ അത്രയ്ക്ക് മടുത്തിട്ടുണ്ടാവുമെന്നേ. ഒന്ന് ആലോചിച്ചാൽ അവരെ അതിൽ കുറ്റം പറയാനും പറ്റില്ല. ഇതൊക്കെ ഒടുക്ക ഇങ്ങനെ വരുവുള്ളെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലേ മുരളി. ഇങ്ങനെ ഒരു ജന്മം വീട്ടിലുണ്ടെങ്കിൽ അതെന്തായാലും ഒരു സ്വൈരക്കേടാ. സ്വന്തം ചോരയിൽ പിറന്നതായതുകൊണ്ട് തല്ലിക്കൊല്ലാനും പറ്റില്ലല്ലോ. അടിച്ച വഴിയിൽ പോയില്ലെങ്കിൽ പോകുന്ന വഴി അങ്ങ് വിട്ടേക്കാന്ന് അവരും കരുതിയിട്ടുണ്ടാവും. കന്നു എന്ന് കന്നും കൂട്ടത്തിൽ ചേരുമെന്ന് പറഞ്ഞ പോലെ അവള് പോയി അവളുടെ കൂട്ടക്കാരുടെ കൂടെ ചേരുകയും ചെയ്യും. പിന്നെന്തൊക്കെയാ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ അപ്പുവിനെ ഉപേക്ഷിച്ച് കളയുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ശിവേട്ടൻ പറഞ്ഞതുപോലെ VP ആയിട്ടുള്ള വഴക്കും ബഹളവും ഒക്കെ ഒഴിവാക്കാൻ ഗീതയായിട്ട് തന്നെ അവളെ എവിടേക്കെങ്കിലും മാറ്റാനും ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഇതിലൊന്നും ഇടപെടാനേ പോണ്ട. അത് തന്നെയാ നല്ലത്. അവിടെ എന്ത് നടന്നാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലങ്ങ് നിന്നാ മതി. എന്റെ പേടി ഇനി വീട്ടിൽ നിന്ന് പുറത്തു ചാടിയ സ്ഥിതിക്ക് നമ്മുടെ കൊച്ചിന്റെ അടുത്ത് പിന്നെയും ചങ്ങാത്തം കൂടാൻ ചെല്ലുവെന്നാ. ദേ മുരളി, അതൊന്നും പാടില്ലെന്നേ. മാളുവിനെ നീ നല്ലോണം ഒന്ന് താക്കീത് ചെയ്തേക്കണം. നിന്നോടും കൂടിയാ പറഞ്ഞത്. പിന്നെ തൽക്കാലം ഈ വിവരമൊന്നും മാളുവിനെ അറിയിക്കാൻ പോകണ്ട. നമ്മളായിട്ട് പറഞ്ഞില്ലെങ്കിലും അവളിതറിയാതിരിക്കൊന്നുമില്ല. ഒന്നുമില്ലേലും ആ ഡോക്ടർ കൊച്ചൻ എവിടുന്നേലും ഈ വിവരം മണത്ത് പിടിച്ച് അവളുടെ കാതിലെത്തിച്ചോളും. അത് മുൻകൂട്ടി കണ്ട അവളെ പറഞ്ഞു വിലക്കണോന്ന് ഞാൻ പറയുന്നത്. ശിവേട്ടന്റെ സംശയം ശരിയാണെങ്കിൽ ഗീതേച്ചി അതിനെക്കുറിച്ച് വല്ലതും ഡെയ്സി ടീച്ചറോട് പറയാതിരിക്കില്ലല്ലോ. ഹേയ്, ടീച്ചർ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ നമ്മളോട് ഷെയർ ചെയ്തേനെ. ഒന്നുമല്ലെങ്കിൽ
ജോബിനെങ്കിലും അതേക്കുറിച്ച് മാളുവിനോട് പറയാതിരിക്കില്ലല്ലോ. ഏതായാലും നമ്മളായിട്ട് അങ്ങോട്ട് വിളിച്ച് ചോദിക്കാൻ പോകണ്ട. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കൊച്ചിലൊരു കണ്ണു വേണം. എന്റെ നാരായണസ്വാമി, വീട്ടുകാർ വന്നാലും വിരുന്നുകാർ വന്നാലും കോഴിക്കാ പെടാപ്പാടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കാര്യം. പണിക്കരുടെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ ഒരു പങ്ക് നമ്മളും അനുഭവിക്കണമല്ലോ. ദേ, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിനൊന്നും പോകണ്ടെന്ന് അന്നേ ഞാൻ എല്ലാവരോടും തലേ കൈവച്ച് പറഞ്ഞതാ. ആര് കേൾക്കാൻ? അതിന്റെ ഫലമാ ഇപ്പൊ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്. ആഹാ, വിചാരിച്ച പോലെ അല്ലല്ലോ. അപ്പൊ നല്ല ഷാർപ്പായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടല്ലോ. ക്യാരംസിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് വഴങ്ങുന്നത് ചെസ്സാ. ചെസ്സിലും ബാസ്കറ്റ് ബോളിലും അത്യാവശ്യം ഏത് കൊമ്പന്മാരുടെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ പറ്റും എനിക്ക്. ചെസ്സിലും ബാസ്കറ്റ് ബോളിലൊക്കെ ആയിക്കോളൂ. പക്ഷെ ആ ഓവർ കോൺഫിഡൻസും കൊണ്ട് ഇവിടെ മുട്ടാൻ വരണ്ട. ഈ ഗെയിമില് തനിക്ക് സറണ്ടർ ആവേണ്ടി വരും. ഗെയിം പകുതിയല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ റിസൾട്ട് പ്രഖ്യാപിക്കണോ ഡോക്ടറെ? അത് അല്പം അഹങ്കാരായി പോവില്ലേ? ഒന്നുമല്ല, നടക്കാൻ പോകുന്ന കാര്യം ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്തേ ഉള്ളൂ. അല്ലേ ഡേസിക്കുട്ടി? ഒന്ന് പോടാ, ഒരു ലോക ചാമ്പ്യൻ വന്നിരിക്കുന്നു. കള്ളക്കളി കളിച്ച് എന്നെ തോൽപ്പിക്കുന്നത് പോലെ അല്ല ഇത്. കളി അറിയാവുന്ന ഒരാൾ ഓപ്പോസിറ്റ് വന്നിരുന്നപ്പോ ചെക്കനിരുന്ന് വിയർക്കുന്നത് കണ്ടില്ലേ? എന്നോടാ അവന്റെ ഒരു വീരവാദം. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? ഒരു കൂട്ട് കിട്ടിയെന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് അഹങ്കരിക്കല്ലേ ടീച്ചറെ? വിരുന്ന് വന്നവരൊക്കെ അങ്ങ് പോവും, പിന്നെ ഞാൻ മാത്രമേ കാണുള്ളൂ. ഓർമ്മ വേണം. ചുമ്മാ ഡയലോഗ് അടിക്കാതെ കണ്ടു പഠിക്കിതൊക്കെ. ഫോൺ റിങ് ചെയ്യുന്നു. ആരാ വിളിക്കുന്നത്? മാളുവാ, ഞാൻ പിന്നെ വിളിച്ചോളാം. അപ്പൊ എന്താ ഫോൺ എടുക്കാത്ത? അപ്പോ ഫോൺ എടുക്ക. ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാ വിളിക്കുന്നതെങ്കിലോ? ശരിയാ, താൻ ഫോൺ എടുക്ക. കോൺസെൻട്രേഷൻ കളയാനായിട്ട് വെറുതെ കടന്ന് വിളിച്ചോളൂ. അവള് ഫോൺ കട്ട് ചെയ്യാണല്ലോ. ഇനി അവിടെ VP അങ്കിൾ വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കി കാണോ? ഡോക്ടർ ഒന്ന് വിളിച്ചു നോക്കിയാലോ? മാളുവാണല്ലോ. തന്നെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാവും എന്നെ വിളിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും അവള് വിളിച്ചതെന്ന്. എന്താ അത്യാവശ്യം? അവള് ചുമ്മാ വിളിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. മമ്മി, അതുവരെ എനിക്ക് വേണ്ടി ഒന്ന് കളിച്ചേ. നീ പെട്ടെന്ന് വന്നേക്കണേ ജോ, ഇല്ലെങ്കിൽ ഗെയിം തോച്ചിട്ട് എന്നെ കുറ്റം പറയരുത്. ഹലോ ഹലോ ഡോക്ടർ. അപ്പൊ അവിടെ ഇല്ലേ ഡോക്ടർ? പേടിക്കണ്ട, ആളിവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ എടുത്തില്ലല്ലോ. രണ്ടാമത് വിളിച്ചപ്പോ കോള് കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു. അവിടെ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? ആ, ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്താ അത്? അതെ, ഇവിടെ വേൾഡ് കാരംസ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഡോക്ടർ ജോബിൻ അലക്സും മിസ് അപൂർവ വിജയും തമ്മിലുള്ള തീ പാർന്ന പോരാട്ടം. ഡെയ്സി ടീച്ചറാ റെഫറി. തമാശ മതിയാക്ക്. അവൾ എന്താ ഫോൺ എടുക്കാത്തെന്ന് പറഞ്ഞേ? ഒന്നുമില്ലടോ, തന്റെ ഫ്രണ്ടിന് ഒരു കുഴപ്പമില്ല. ആള് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നേരം പോവാൻ ഞങ്ങൾ ചുമ്മാ കാരംസ് കളിച്ചോണ്ടിരിക്കുക. അതിന്റെ ത്രില്ലിലും ഒഴുകിയിരുന്നിട്ട് അപ്പൊ ഫോൺ എടുക്കാതിരുന്നത്. കൊള്ളാം. ഞാനങ്ങ് പേടിച്ചു പോയി. ഇനി അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു.
ഇവിടെ എന്താ പ്രോബ്ലം? നത്തിങ്. ഇപ്പോ അപ്പു വളരെ കൂളാ. മറ്റൊന്നിനെ കുറിച്ചും ആള് ചിന്തിക്കുന്നേയില്ല. ആളിപ്പോ ഡെയ്സി ടീച്ചറിന്റെ പെറ്റല്ലേ.